എർത്തിങ്ങും ഗ്രൗണ്ടിങ്ങും ന്യൂട്രലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ട്രാൻസ്ഫോമർ സൈഡിൽ ന്യൂട്രലും എർത്തും ഷോർട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂട്രലും വീട്ടിലുള്ള എർത്തും സെയിം ആണോ ഒന്ന് ചിന്തിച്ച് നോക്കി. കുറച്ച് കൺഫ്യൂഷൻ വന്നില്ലേ? അതേപോലെ ഗ്രൗണ്ടിങ്ങും എർത്തിങ്ങും സെയിം ആണോ? പല കൺസെപ്റ്റ് വായിക്കുമ്പോൾ ഗ്രൗണ്ടിങ് എർത്തിങ് നമ്മളെല്ലാവർക്കും കൺഫ്യൂഷനുള്ള സാധനമാണ്. ഞാനും വിചാരിച്ചത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുന്ന, പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച 2-3 ആളുകൾ ഡൗട്ട് ഇതേ കാര്യത്തിനെ പറ്റി റിപ്പീറ്റായി ചോദിച്ചു. അതിലൊരാൾ സിംബാബ്വേന്ന് വിളിച്ചാണ്. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. സിംബാബ്വേന്ന് വരെ നമ്മുടെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് കളയാം. ഓക്കെ, ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാളും മുന്നേ ഇലക്ട്രിക്കൽ ഡിസൈൻസോ കൺസൾട്ടൻസിയോ നിങ്ങളൊരു പുതിയ ബിൽഡിങ്ങോ വീടോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ എർത്തിങ്ങും ഗ്രൗണ്ടിങ്ങും സെയിം ആണോ? കുറേ പേർക്ക് സംശയമുള്ള കാര്യമായിരിക്കും. നമ്മൾ പല ഡോക്യുമെൻ്റ് വായിക്കുമ്പോൾ എർത്തിങ്ങിനെ പറ്റി വായിക്കും, അതേപോലെ ഗ്രൗണ്ടിങ്ങിനെ പറ്റി വായിക്കും. എന്നാൽ സിമ്പിളായിട്ട് പറയാം. ഇതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK സ്റ്റാൻഡേർഡിലും അതേപോലെ തന്നെ IEC സ്റ്റാൻഡേർഡിലും നമ്മൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലെ ചില പാർട്ടുകൾ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ എർത്തിങ് എന്നും, അതേപോലെ തന്നെ US സ്റ്റാൻഡേർഡിലും ബാക്കിയുള്ള US പ്രസിദ്ധീകരിക്കുന്ന ബുക്കുകളിലൊക്കെ ഗ്രൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലെ ചില പാർട്ടിനെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോസസ്സ്, ഓക്കെ, അതിനെയാണ് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ഈ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് എർത്തിങ്, എന്തുകൊണ്ടാണ് എർത്തിങ് ചെയ്യുന്നത്, ഈ എർത്തിങ് തന്നെ പല ടൈപ്പുള്ള എർത്തിങ് ഉണ്ടോ എന്നിവയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ചില ഫങ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് എർത്തിങ് ചെയ്യുന്നത്. ഈ എർത്തിങ് എല്ലാ സമയത്തും പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല, ചില എക്യുപ്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി തന്നെ എർത്തിങ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ മൂലമുള്ള ഇൻ്റർഫറൻസ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഷീൽഡഡ് കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ ഷീൽഡഡ് കേബിളിൻ്റെ ഷീൽഡ് എർത്ത് ചെയ്യുന്നത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല. ഈ ഷീൽഡിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷനെ ഈ എർത്തിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയും സിഗ്നൽ ഇൻ്റർഫറൻസ് ഇല്ലാതിരിക്കുകയും ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതേപക്ഷം നമ്മൾ നാട്ടിൽ പൊതുവേ ചെയ്യുന്ന എർത്തിങ് മിക്കതും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന എർത്തിങ് ആണ്. ഇതുകൂടാതെ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്സും സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനും സ്ട്രക്ചറൽ എർത്തിങ് അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങും ചെയ്യാറുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. ആദ്യം തന്നെ പ്രധാനപ്പെട്ട എർത്തിങ്ങിലെ ഒരു ഭാഗമായ സ്ട്രക്ചറൽ എർത്തിങ് എന്താണെന്ന് നോക്കാം. പ്രധാനമായും സ്ട്രക്ചറൽ എർത്തിങ് ചെയ്യുന്നത് സ്റ്റീൽ സ്ട്രക്ചേർഡ് ബിൽഡിങ്സിലാണ്. നമ്മുടെ നാട്ടിൽ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിംഗ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത ഒരു എർത്തിങ് രീതിയാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പാനൽ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഒരു ബീമിലാണ് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ സ്റ്റീൽ സ്ട്രക്ചറിലെ ബീമിനെ എർത്ത് ചെയ്യുന്നത് സ്ട്രക്ചറൽ എർത്തിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്ട്രക്ചറൽ എർത്തിങ് അല്ലെങ്കിൽ സിസ്റ്റം എർത്തിങ് പ്രധാനമായും ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഫോൾട്ടിൽ നിന്ന് പ്രതിരോധിക്കാനല്ല, പകരം ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ മൊത്തമായി ഒരു ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അത് എർത്തിലേക്ക് കൊടുത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഒക്കെ ഡിസ്ചാർജ് ചെയ്തു പോകാനാണ് ഇത്തരം സ്ട്രക്ചറൽ എർത്തിങ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത്തരം സ്ട്രക്ചറൽ എർത്തിങ് കൊണ്ട് പ്രധാനമായും അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത്, ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ അതിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിലെ എല്ലാ പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് അത് എർത്തിലേക്ക് കൊടുത്തതുകൊണ്ട് ഇത്തരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയും പെട്ടെന്ന് സീറോ ആയും അതൊരു ആക്സിഡൻറ്റിൽ ഉണ്ടാവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് പ്രധാനമായി യൂസ് ചെയ്യുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിലാണ്. അതേപോലെ പെട്രോളിയം ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വലിയ ഇതിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫാക്ടറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള എക്യുപ്മെൻറ്റ് എർത്തിങ് ആണ്. ഓക്കെ, എക്യുപ്മെൻറ്റ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാനൽ അല്ലെങ്കിൽ ഒരു മോട്ടർ ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റിൽ നമ്മൾ ഒരു എർത്ത് വയർ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മോട്ടറിലേക്ക് റെസിഡ്യുവൽ കറണ്ട് ഡിവൈസ് ഒക്കെ ഉണ്ടാവും, അതായത് RCCB പോലെയുള്ള ഡിവൈസ്. അതായത് ഒരു എർത്ത് ലീക്കേജ് സംഭവിച്ചാൽ ആ എർത്ത് ലീക്കേജ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഫോൾട്ട് കറണ്ട് ജനറേറ്റ് ആവുമ്പോൾ അവിടെ നിന്ന് ട്രിപ്പ് ആവാനുള്ള ഒരു എക്യുപ്മെൻറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എർത്തിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു മോട്ടറിൻ്റെ വൈൻഡിങ് എർത്ത് ആയിട്ടുണ്ട്, ബോഡി ആയിട്ട് ടച്ച് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു പാനലിൻ്റെ വയർ പാനലിലെ ബോഡി ആയിട്ട് ടച്ച് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക.
അവിടെ നമ്മൾ അതിൻ്റെ ഇൻകമ്മിങ് സൈഡിൽ RCC പോലത്തുള്ള എക്യുപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ബോഡിയിലുള്ള എർത്ത് വയർ വഴി ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോൾ ഒരു ഇൻബാലൻസ് ഓഫ് കറണ്ട് ഉണ്ടായി ഈ RCCB ട്രിപ്പ് ആവും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എക്യുപ്മെൻ്റൽ എർത്തിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് എർത്തിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്തരം എർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു മെഷീൻ ബോഡിയിലേക്ക് കറണ്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ മെഷീൻ ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ പ്രവഹിച്ചിട്ടായിരിക്കും ഭൂമിയിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കും. ഓക്കെ, അത് ഒഴിവാക്കാനാണ് ഈ എക്യുപ്മെൻറ്റ് എർത്തിങ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഈ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫങ്ഷണൽ എർത്താണ്. അതായത് ആ ഒരു എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എർത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ സേഫ്റ്റിയുടെ ഭാഗമല്ല, സ്ട്രക്ചറൽ ഇക്വിപ്പൊട്ടൻഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല, ആ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ എർത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സിഗ്നൽ കേബിൾസ് കൊണ്ടുപോകുന്ന ഷീൽഡഡ് കേബിൾസ്, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ ഷീൽഡിങ് എർത്ത് ചെയ്യുന്നത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല, സിഗ്നൽ ഇൻ്റർഫറൻസ് ഇല്ലാതെ ഒഴിവാക്കാനും അതിൽ നിന്ന് നമുക്കിത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ലോങ് ആയിട്ട് കേബിൾ വലിക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില എർത്തിങ് സ്കീം വെച്ചിട്ട് നമ്മൾ ഫേസ് മാത്രം വലിച്ചു കൊണ്ടുപോയി അതിൻ്റെ ന്യൂട്രലിന് പകരം എർത്ത് വയർ ഉപയോഗിച്ച് അവിടെ കണ്ടക്ടർ സേവിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഈ എർത്തിങ് ഒരു പ്രൊട്ടക്ഷനോ സ്ട്രക്ചറൽ ഇക്വിപ്പൊട്ടൻഷ്യൽ ബോണ്ടിങ്ങോ ഉണ്ടാക്കാനല്ല, ഫങ്ഷണൽ ആയിട്ടുള്ള റോൾ ഉണ്ട്. അതേപോലെ പണ്ടത്തെ ടെലിഗ്രാഫിലൊക്കെ ഇത് ഈ ഗ്രൗണ്ട് തന്നെയാണ് ന്യൂട്രൽ, അതായത് സർക്യൂട്ട് റിട്ടേൺ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ എർത്തിങ്ങും ഗ്രൗണ്ടിങ്ങും ഇതിൻ്റെയൊക്കെ ഫങ്ഷനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് പ്രധാനമായും നമ്മളിപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഒരു ബിൽഡിങ്ങിൽ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കേസ് തന്നെ എടുക്കാം. അവിടെ DBയിലും ബാക്കിയുള്ള നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ പോയി എർത്ത് കൊടുക്കുന്നത്, മെഷീൻ്റെ സോക്കറ്റിലൊക്കെ എർത്ത് കൊടുക്കുന്നത് എക്യുപ്മെൻറ്റ് എർത്തിങ് ആണ്. ഓക്കെ, ഇവിടെ എക്യുപ്മെൻ്റെയും നമ്മുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എർത്ത് വയർ കൊടുക്കുന്നത്. അത് എർത്ത് വയർ കൊടുക്കുമ്പോൾ അതിലൂടെയുള്ള എർത്ത് കേബിൾ അല്ലെങ്കിൽ ECC വഴി എർത്തിലേക്ക് പാസ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള എർത്ത് ലീക്കേജ് ഉണ്ടാകുമ്പോൾ RCCB അല്ലെങ്കിൽ RCD ട്രിപ്പ് ആവും. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ പാനൽ അഥവാ ഇൻകമ്മിങ് ആയിട്ടുള്ള പാനൽ നമ്മൾ മീറ്റർ ബോക്സിലൊക്കെ എർത്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ എർത്തിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു RCD പോലെയോ ഒരു RCCB പോലെയോ ഒരു എക്യുപ്മെൻ്റ് ഇല്ല. ഇവിടെ നമ്മൾ സ്റ്റീൽ പാനലിൽ നമുക്ക് എർത്തിങ് കൊടുക്കുന്നത് അഥവാ എന്തെങ്കിലും ഒരു ലീക്കേജോ മറ്റോ ഉണ്ടെങ്കിൽ ഇത് എർത്തായിട്ട് പോയി ഇക്വിപ്പൊട്ടൻഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കില്ല. എക്യുപ്മെൻ്റൽ എർത്തിങ് അല്ല, ഇവിടെ RCD പോലത്തെ എക്യുപ്മെൻ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ സ്ട്രക്ചറൽ എർത്തിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിരുന്നു, ഇലക്ട്രിക്കൽ എനർജി പാനൽ മീറ്റർ പാനലിൽ എർത്ത് കൊടുക്കാമോ, അവിടെ സ്ക്രൂ ഇറ്റിൽ ചെയ്യുന്നത് ശരിയാണോ? തികച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാനലുകൾ പ്രത്യേകിച്ചും സ്റ്റീൽ പാനലുകളാണെങ്കിൽ അതിന് എർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇതിന് മുന്നേ എർത്തിങ് എങ്ങനെ കൊടുക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുണ്ട്. 2 എർത്ത് റോഡുകൾ നിർബന്ധമായിട്ടും വേണം, അല്ലെ പൈപ്പ് എർത്തിങ് ആയാലും റോഡ് എർത്തിങ് ആയാലും അതിൽ 2 പാരലായിട്ട് 2 കോപ്പർ കേബിൾ കൊണ്ടുവന്ന് നമ്മുടെ എനർജി മീറ്ററിലെ ബോഡി എർത്തിങ്ങും അതേപോലെ തന്നെ മെയിൻ സ്വിച്ചിലെ എർത്തിങ്ങിലും കൊടുക്കണം. അതേപോലെ SPD പോലെയുള്ള എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ SPDയിലേക്കും എർത്ത് കൊടുക്കണം. ഇവിടുന്ന് ഫ്ലെക്സിബിൾ കേബിൾ വഴിയാണ് 2 എർത്ത് ലൈൻസ് നമ്മൾ DBയിലേക്ക് കൊണ്ടുപോകുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഐഡിയ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ ഗ്രൗണ്ടിങ്ങും എർത്തിങ്ങിൻ്റെ ഒപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റാണ് ന്യൂട്രൽ എർത്തിങ്ങിനെ പറ്റിയിട്ട്. അതായത് നിങ്ങൾക്കറിയാം, ട്രാൻസ്ഫോമറിൽ ഇൻകമ്മിങ്ങിലേക്ക് വരുന്ന ലൈന് നമുക്ക് 3 ലൈനേ വരുന്നുള്ളൂ, 3 ഫേസ് മാത്രം. ന്യൂട്രൽ എന്ന സംഭവം ഉണ്ടാവുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് വരുന്നത് 3 ലൈൻ മാത്രമാണ്, 11 kV. അവിടെ നിന്ന് ട്രാൻസ്ഫോമറിലേക്ക് ഡെൽറ്റയിൽ 3 ലൈൻ കണക്ട് ചെയ്ത് സ്റ്റാർ കണക്ഷനാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ 3 വൈൻഡിങ്ങിൽ നിന്ന് 3 ഔട്ടും വരും. അതിൻ്റെ 3 വൈൻഡിങ്ങും ഒരു പോയിന്റിൽ കോമൺ ആയിട്ട് ജോയിൻ ചെയ്യും. ആ കോമൺ ആയിട്ടുള്ള പോയിന്റാണ് ന്യൂട്രലായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ട് ഞാനിത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഐ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. പക്ഷേ ബേസിക് ആയിട്ട് പറയാം, ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുന്ന ന്യൂട്രൽ നമ്മൾ ട്രാൻസ്ഫോമർ സൈഡിൽ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് 2-3 കാര്യങ്ങൾക്കാണ് ബേസിക് ആയിട്ട് ചെയ്യുന്നത്. ഒന്ന്, ഈ അൺബാലൻസ്ഡ് ആയിട്ട് ലോഡ് ഉണ്ടാവുമ്പോൾ ഒരു വോൾട്ടേജ് ന്യൂട്രൽ ജനറേറ്റ് ചെയ്യും, അതിനെ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി. പോരാതെ ഒരു ഫേസിൽ എർത്ത് ഫോൾട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എർത്ത് ഫോൾട്ടിലേക്ക് വരുന്ന ഈ എർത്ത് വഴി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും അതിലെ
ഫ്യൂസ് പോകാനും ഒക്കെ മറ്റു വലിയ ടൈപ്പുള്ള ഒരു ന്യൂട്രലിലൂടെ ഡബിൾ വോൾട്ടേജ് കയറി അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരം എർത്തിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ സൈഡിൽ എർത്തിങ് ന്യൂട്രലും സെയിം ആണെങ്കിൽ തന്നെ അതേ സാധനം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ന്യൂട്രൽ മാത്രമാണ്. വീട്ടിലാണ് നമ്മൾ എർത്തിങ് കൊടുക്കുന്നത്. ഇതിൽ തന്നെ കുറച്ച് അധികം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരുപാട് തരത്തിലുള്ള എർത്തിങ് സിസ്റ്റംസും പ്രൊട്ടക്റ്റീവ് എർത്തിങ് സിസ്റ്റംസും ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു പോവാം. ഇപ്പോൾ എർത്തിങ് സിസ്റ്റം തന്നെ TN, TT, IT, അതേപോലെ TNC, TNS, TNCS എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഡെപ്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് സ്കീം, നമ്മളിപ്പോൾ ദുബായിലൊക്കെ യൂസ് ചെയ്യുന്ന എർത്തിങ് സ്കീം നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന എർത്തിങ് സ്കീം സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. അത് കോസ്റ്റ് ആണോ ഇതിന് പ്രധാന കാരണം, വേറെ സേഫ്റ്റിയാണോ പ്രധാനം? ഇതിന് ഒരുപാട് ഘട്ടങ്ങൾ ഇതിന് ബേസിക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും അതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.